ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമഡി കുക്ക് എന്ന പരിപാടിയുടെ കിടിലൻ എപ്പിസോഡാണ് ഇന്ന് രാത്രി വരാൻ പോകുന്നത്. അപ്പോൾ ആരും മിസ്സാക്കണ്ട. ഇന്ന് അറിയാലോ, സാറ്റർഡേയ്സിൽ അഡ്വാൻറ്റേജ് ടാസ്ക് മാത്രമായിരിക്കും നടക്കുക. കിടിലൻ അഡ്വാൻറ്റേജ് ടാസ്ക്കാണ്. ആരാണ് വിൻ ചെയ്തത്, എന്താണ് അവർക്കുണ്ടായിരുന്ന കോമ്പറ്റീഷനിൽ കൊണ്ടുവന്ന അഡ്വാൻറ്റേജ് ടാസ്കിൽ കൊണ്ടുവന്ന ആ ഒരു ഐറ്റം, അങ്ങനെ എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഇപ്പം തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഹൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഹൈപ്പ് കൊടുക്കുക കേട്ടോ. എപ്പിസോഡിൽ തുടക്കം തന്നെ ഭാവന ഉണ്ടായിരുന്നില്ല. ഭാവന എവിടെ പോയി? ഭാവനയെ കുറിച്ച് പറഞ്ഞപ്പോഴാട്ടോ ഞാനൊരു കാര്യം ഓർത്തത്. ഭാവന നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ട ഒരു നടിയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു കോമഡി കുക്ക് എന്ന പരിപാടിയിൽ ജഡ്ജായിട്ട് വന്നിരിക്കുമ്പോൾ ബീഫ് കഴിക്കില്ല, മട്ടൻ കഴിക്കില്ല. എന്നാൽ ഇവർ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ആണെങ്കിലോ ബീഫും മട്ടനൊക്കെയാണ്. അപ്പോൾ ഒരു ജഡ്ജായിട്ട് വന്ന ഒരു ഗസ്റ്റ് ജഡ്ജായിട്ട് വരുമ്പോൾ ഇതൊന്നും കഴിക്കില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഒരു ഐറ്റം ഈ ഒരു പ്രോഗ്രാമിൽ കൊണ്ടുവരാതിരിക്കുക. അതായത് ബീഫും മട്ടനൊക്കെ അതിൽ കൊണ്ടുവരാണ്ടിരിക്കുക. അഥവാ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ജഡ്ജ് അത് കഴിക്കുന്നതായിരിക്കാം. അപ്പം നളനുണ്ട് എങ്കിൽ പോലും മെയിൻ ജഡ്ജ് എന്ന് പറയുന്നത് ഭാവനയാണല്ലോ. അപ്പോൾ ഭാവന ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയില്ലെങ്കിൽ പിന്നെ ജഡ്ജ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നതിൽ എന്താണ്? അല്ല, ഷോ ഡയറക്ടർ അതൊക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളാം. അതായത് ഭാവനയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് മാത്രം അവിടെ കൊടുക്കുക. ഇൻഗ്രീഡിയൻസ് ബീഫും എന്താ പറയുക മട്ടനൊക്കെ കൊടുക്കാതിരിക്കുക. ബീഫിൻ്റെയും മട്ടൻ്റെയൊക്കെ ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭാവന ടേസ്റ്റ് ചെയ്യില്ല. അതിൻ്റെ റൈസും കാര്യങ്ങളൊക്കെ മാത്രം എടുത്ത് നോക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെ വാല്യൂ ചെയ്യാൻ പറ്റുക? ഇന്നത്തെ എപ്പിസോഡിൽ തുടക്കം ഭാവനയില്ല. ഭാവന സത്യമായിട്ട് ഭയങ്കര ഡിസ്കഷനായിരുന്നു. സത്യം എന്ന് പറഞ്ഞാൽ സത്യ കമ്പനി ഇവർക്ക് സ്പോൺസർ ചെയ്യുന്നില്ലേ? ലാപ്ടോപ്പും വാഷിംഗ് മെഷീനും പിന്നെ TV ഒക്കെ ഇവർ വിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സ്പോൺസർ ചെയ്യുന്നില്ല. അപ്പോൾ ഇവർക്ക് സ്പോൺസർ ചെയ്യുന്ന ആ കമ്പനിയുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് കൊടുക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ഇങ്ങനെ ഹൈപ്പ് അത്രയ്ക്ക് വലിയതായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ട്വിങ്കിൾ വന്നു. ട്വിങ്കിളിനെ ആസാക്കിക്കൊണ്ടുള്ള പൂക്കീസിൻ്റെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു തുടക്കം തന്നെ. സുചിത്രയാണ് വന്നത്. അപ്പോൾ ഷുഗർ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഗ്ലാസിൻ്റെ ഉള്ളിൽ ഓരോ ക്യാരക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. ഷുഗർ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഇടിച്ചിട്ടും പോകുന്നില്ല. ഷുഗർ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ലൈറ്റ് ആയിരിക്കില്ലേ? ഇതെന്താണ്, ട്വിങ്കിൾ പറ്റിച്ചതാണോ? അല്ല, പറഞ്ഞു കൊടുത്തനുസരിച്ചിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. ആള് കൂടുതൽ അങ്ങോട്ട് അന്വേഷിക്കാൻ പോയിട്ടുണ്ടാവില്ലായിരിക്കും അല്ലേ? എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ എന്താ പറയുക, ഷുഗർ ഗ്ലാസ് പൊട്ടിക്കുന്നു, ആഞ്ഞടിച്ചിട്ടൊക്കെയാണ് എല്ലാവരും പൊട്ടിക്കുന്നത്. ഷുഗർ ഗ്ലാസ്സൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. പക്ഷേ ഇതെന്തോ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഷുഗർ ഗ്ലാസ് ആണോ എന്നുള്ളത് നമ്മൾ സംശയിച്ച് പോകും. അല്ല, കുറ്റം പറയാൻ പാടില്ലല്ലോ. അങ്ങനെ ഓരോരുത്തരെടുത്തു. അനുമോള് ആരെ വേണ്ടാന്ന് പറഞ്ഞോ ആളെ തന്നെ കിട്ടി. വേറെ ആരല്ല, മീനാക്ഷി. ജിയോ മച്ചാൻ ആരെ വേണ്ടാന്ന് പറഞ്ഞു ആളെ തന്നെ കിട്ടി. വേറെ ആരല്ല, നവീൻ. അങ്ങനെ ആരൊക്കെ വേണ്ടാന്ന് പറയുന്നു അവരെ തന്നെ കിട്ടി. അതുപോലെ തന്നെ സാബു ചേട്ടനെ ആർക്കും വേണ്ട. ഒരു മൂക്കീസിന് സാബു ചേട്ടനെ വേണ്ട. സാബു ചേട്ടൻ പണിയെടുപ്പിക്കും, ഭയങ്കര സീരിയസ്. അപ്പോൾ സാബു ചേട്ടനോട് ആർക്കും വലിയ താല്പര്യമില്ല ഇൻ ദ സെൻസ് ആ പ്രോഗ്രാമിൽ പൂക്കികൾക്ക് സാബു ചേട്ടൻ്റെ കൂടെ പോകാൻ താല്പര്യമുണ്ട്. പക്ഷേ സാബു ചേട്ടൻ്റെ കൂടെ അശ്വിൻ വന്നിരിക്കുകയാണ്. അങ്ങനെ പൂക്കീസിനൊക്കെ കണ്ട് പൂക്കീസിൻ്റെതായ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഗംഭീരമായിട്ട് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിലുള്ള രസകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കണ്ടു നോക്ക്. ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ ഈ പൂക്കീസൊക്കെ കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെ നമുക്ക് തോന്നും. അത് അവരുടെ ജോലിയല്ലേ, അല്ലേ? പൂക്കീസിൻ്റെ പണിയല്ലേ, ചെയ്തോട്ടെ. ഇതിനകത്ത് വേറൊരു കാര്യം എനിക്ക് തോന്നിയത്, കഴിഞ്ഞതിന് മുന്നത്തെ ആഴ്ച ഒരാളെ എവിക്റ്റായി. ശബരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എവിക്റ്റ് ആയത്. അതിൻ്റെ കൂടെ ഒരു പൂക്കി ബാലൻസ് ഉണ്ടായിരുന്നു. 8 കുക്കും 8 പൂക്കീസും ആണല്ലോ. അതിലൊരു കുക്ക് പോയി കഴിഞ്ഞാൽ ഒരു പൂക്കീസ് എവിക്റ്റ് ആവില്ലെങ്കിൽ അല്ലെങ്കിൽ എവിക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഒരു ക്ലാരിറ്റി ഇതുവരെ തന്നിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിലും അതൊന്നും പറയുന്നില്ല കേട്ടോ. കഴിഞ്ഞ എപ്പിസോഡിലും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 2 ദിവസത്തെ എപ്പിസോഡിലും അതിനെക്കുറിച്ച് ഒന്നും തന്നെ നമ്മുടെ ട്വിങ്കിൾ കമ എന്നൊരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ശ്രീവിദ്യ എന്ന് പറയുന്നൊരു പൂക്കിയുണ്ട്. ആ പൂക്കി എവിടെ പോയി? അതിൻ്റെ എവിക്ഷൻ നമ്മളെ കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ എവിക്ഷൻ ഇല്ല. എന്താണ് അതിൻ്റെ പൂക്കീസിൻ്റെ കാര്യത്തിൽ എന്താണ് ഇവരൊരു തീരുമാനിച്ചിരിക്കുന്നത് എന്നൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല. അത് വലിയൊരു ഫോൾട്ടാണ് ഇവരുടെ ഭാഗത്തു നിന്നുള്ള വലിയൊരു ഫോൾട്ടാണ്. പൂക്കീസ് എവിടെ പോയി? അങ്ങനെ തുടക്കം ഗംഭീരമായിരുന്നു. പിന്നെ ടാസ്ക് വരുന്നുണ്ട്. ടാസ്ക് എന്താ? അഡ്വാൻറ്റേജ് ടാസ്കേ. ഈ അഡ്വാൻറ്റേജ് ടാസ്ക് വിൻ ചെയ്യുന്നവർക്ക് പ്രൈസ് ഉണ്ടെന്ന് മാത്രമല്ല, മഞ്ഞപ്പൊടി ആയതുകൊണ്ട് എല്ലാവർക്കും താല്പര്യമില്ല. ഈസ്റ്റേണിൻ്റെ ഗിഫ്റ്റ് ഹാമ്പറാണ്. അത് ഇത്ര വലിയ താല്പര്യമൊന്നും ഇല്ല ആർക്കും. നല്ല സമ്മാനം, ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതൊക്കെ അതിൻ്റെ സെൻസിൽ എടുക്കേണ്ട. അശ്വിൻ പറയണ്ടേ, എന്തിനാണ് നമ്മൾ ഈ ടാസ്കൊക്കെ വിൻ ചെയ്തിട്ട് മഞ്ഞപ്പൊടി കിട്ടാനോ? സാരമില്ല എന്ന്. എന്നാലും ടാസ്ക് അതിൻ്റെ സെൻസിൽ എടുക്കുന്നതാണ് അതിൻ്റെതായ ഒരു ശരി. അങ്ങനെ അശ്വിൻ വളരെ മനോഹരമായിട്ട് ഉഴപ്പിയിട്ടുണ്ട് ഈ ഒരു അഡ്വാൻറ്റേജ് ടാസ്കിൽ. പിന്നെ നെവിൻ, എൻ്റെ പൊന്നെ നെവിനെ തിന്നാൻ എന്തെങ്കിലും കിട്ടിയ സ്പോട്ടിൽ നിന്ന് തിന്ന് തീർക്കുന്ന നെവിന്
ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വയറ് നിറഞ്ഞത്രേ. ടാസ്ക് പറയട്ടെ, ടാസ്ക് എന്താണെന്ന് പറയാം, എന്നാലല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ടാസ്ക് 8 ഗ്ലാസ് ഫലൂദ വെച്ചിട്ടുണ്ട്. ആ 8 ഗ്ലാസ് പൂക്കീസ് കഴിക്കണം. പൂക്കീസ് കഴിക്കുമ്പോൾ വെറുതെ തന്നെ എടുത്ത് കഴിക്കുകയല്ല വേണ്ടേ, നമ്മുടെ കുക്സ് സ്നേഹത്തോടു കൂടി വായിലിട്ട് കൊടുക്കണം. ആഹാ എന്താല്ലേ. പക്ഷേ ഈ കുക്ക് ഇത്ര സ്നേഹത്തോട് കൂടിയിട്ട് പൂക്കീസിന് വായിലിട്ട് കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇവര് എന്നാലും ജിയോ മച്ചാൻ സ്നേഹത്തോടു കൂടി വായിലിട്ട് കൊടുത്തു. എന്നിട്ട് എന്ത് കാര്യം, ഞാൻ പറയണേ, ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു. ഒരു 10 ഫലൂദ ഒരുമിച്ച് കൊടുത്താൽ കഴിക്കുന്ന ആളാണ്. ഇത് ജിയോ മച്ചിന് പണി കൊടുക്കാൻ വേണ്ടി തന്നെ നെവിൻ്റെ ആക്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബോറായി തോന്നുന്ന ഒരുപാട് ആക്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ അതുപോലെ അനുമോളാണെങ്കിൽ ചീത്ത പറഞ്ഞു, വഴക്ക് പറഞ്ഞു, സ്നേഹിച്ചു, പൊന്നാരി എന്നൊക്കെ വിളിച്ച്, നമ്മുടെ സന്ധ്യാമ്മയുടെ പൊന്നാരി എന്നൊക്കെ വിളിച്ചിട്ട് കളിച്ച് കിടക്കുക, കള്ളത്തിനൊക്കെ കാണിച്ച് നമ്മൾ കണ്ടു. എന്തായാലും അതുപോലെ തന്നെ സുചിത്ര കാണിച്ചു, സാബു ചേട്ടൻ കാണിച്ചു. സാബു ചേട്ടൻ പലതും എടുത്ത് മാറ്റി വെച്ചു, ഫലൂദയൊക്കെ എടുത്ത് വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കുന്നത്. അത് ഇവർ കണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. സുചിത്രനെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അനുമോളെ ഡിസ്ക്വാളിഫൈ ചെയ്തില്ല. വൈ? അനുമോളാണ് ഈ ഷോയിലെ ഹൈലൈറ്റ്. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ തുടങ്ങി അവളുടെ അനുമോൾ PR. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആ പ്രോഗ്രാം ഒന്ന് കണ്ടു നോക്ക്, അപ്പം മനസ്സിലാവും എന്താണെന്നുള്ളത്. ഓരോ ആഴ്ച കഴിയും തോറും അനുമോള് കണ്ടന്റുകൾ ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. കണ്ടന്റ്. തുടക്കത്തിൽ കണ്ടന്റിൽ പിടിച്ചു നിന്നുകൊണ്ടിരുന്നത് അശ്വിൻ, അനുമോള്, നമ്മുടെ മീനാക്ഷി, ഡെയിൻ ഇവരൊക്കെ ആയിരുന്നു. ഇതിനകത്ത് ഇവരൊക്കെ തകർത്തുകൊണ്ട് അനുമോളിപ്പോൾ കയറി വരികയാണ്. കണ്ടന്റിന് മേൽ കണ്ടന്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ് ടിങ്കിളിൻ്റെ നാവ് പോലും അടപ്പിക്കുന്ന രീതിയിലുള്ള ഓരോ ഡയലോഗൊക്കെയാണ് അനുമോള് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം. ചളി ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടോ, നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടോ, അത് നോക്കിയാൽ പോരെ. അപ്പോൾ ഈ ഒരു ഷോയിലെ ഹൈലൈറ്റ് അനുമോളാണ്. അപ്പോൾ ഈ അനുമോളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോ പിന്നെ പോയി. ആ ഒരു ദിവസത്തെ എപ്പിസോഡ്, ഇന്നത്തെ എപ്പിസോഡേ ആൾക്കാർ കാണില്ല. അതൊക്കെ കൊണ്ടായിരിക്കും അനുമോളെ ഡിസ്ക്വാളിഫൈ ചെയ്തിട്ടില്ല. അങ്ങനെ അവസാനം പലരും പലതരത്തിലുള്ള കള്ളത്തിനൊക്കെ കാണിച്ച് അവസാനം എന്താ പറയുക, നമ്മുടെ കോമ്പറ്റീഷൻ കഴിഞ്ഞു. വിന്നറെ പ്രഖ്യാപിക്കാൻ പോവാണ്. ആരാണ് വിന്നർ? അനുമോളും മീനാക്ഷിയാണ് വിന്നർ. മീനാക്ഷിനെ കണ്ടാൽ നമുക്ക് പറയില്ല ഇത്രത്തോളം ഭക്ഷണം കഴിക്കും. ആള് വിൻ ചെയ്യണം എന്നുള്ള ഒരു സ്പിരിറ്റോട് കൂടി തന്നെ മത്സരിച്ചു. ശരിയാണ്, തമാശകൾ ഉണ്ടായിരുന്നു. പൂക്കി എന്നുള്ള രീതിയിലുള്ള ക്യാരക്ടർ മാക്സിമം ആൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആൾ നല്ല രീതിയിൽ ചെയ്തു. അനുമോളുടെയും മീനാക്ഷിയുടെയും കോംബോ കിടിലായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ മറക്കാതെ കാണാം. അവർ രണ്ടാളും കോംബോ അടിപൊളിയായിട്ടാണ് ഇന്ന് പോയത്. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്തത് പേഴ്സണൽ എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അവർ അടിപൊളിയായിട്ട് പോയി. മീനാക്ഷി ആണെങ്കിലും നമ്മുടെ അനുമോളാണെങ്കിലും അടിപൊളിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ. നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താം കേട്ടോ. ഈസ്റ്റേണിൻ്റെ അശ്വൻ പറഞ്ഞ പോലെ ഈസ്റ്റേണിൻ്റെ മഞ്ഞപ്പൊടി മസാലപ്പൊടിയൊക്കെ ഗിഫ്റ്റ് ഹാമ്പർ കൊടുത്തു രണ്ടാക്കും. പിന്നെ പെർഫ്യൂമിൻ്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ എപ്പിസോഡ് ഏതാണ്ട് അവസാനിച്ചു. ഇനി നാളെയാണ് കുക്കിങ്ങിൻ്റെ വരുന്നത്. കുക്കിംഗ് ആരാണ്? കുക്കിംഗ് വിൻ ചെയ്യുന്നവർക്ക് എന്തോ ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഭാവന അവരായിട്ടുള്ള ഡിസ്കഷൻ ആയിരുന്നല്ലോ, ആ ഒരു സ്പോൺസറുമായിട്ടുള്ളൊരു ഡിസ്കഷനിലായിരുന്നു ഭാവന ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നുണ്ട്. പിന്നെ എലിമിനേഷനൊക്കെ ഇനി എപ്പോഴാണ്, ഇത് എപ്പോൾ തീരും, എന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഹൈലൈറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ മീനാക്ഷിയും മഹിയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, ആ ഒരു ലവ് കോംബോ വർക്കൗട്ട് ചെയ്യാൻ മാക്സിമം നോക്കിയിട്ടുണ്ട്. നാളത്തെ എപ്പിസോഡ് നോക്കാം. ഇന്ന് ലൈറ്റായിട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നാളത്തേലായിരിക്കും അത് ഹൈലൈറ്റ് ആയിട്ട് വരിക. എന്തായാലും അത് നന്നായിട്ട് തന്നെ പോകുന്ന, ആരും ബോറടിപ്പിക്കാണ്ട് കൊണ്ടുപോകുന്നുണ്ട് രണ്ടാളും. ഇനി എന്താകുന്നു കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയുള്ളൂ. പൂക്കീസും കുക്കും തമ്മിലുള്ള ഡിവിഷനും പിന്നെ അവർ തമ്മിലുള്ള ടാസ്കുകളൊക്കെ ആയിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. ഗംഭീരമായിരുന്നു. ഫലൂദ 8 ഗ്ലാസ് ഫലൂദ ഏറ്റവും കൂടുതൽ കഴിയുന്നത് ആരാണോ അവർ വിൻ ചെയ്യും. ഇതിനകത്ത് സുചിത്രനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള മെയിൻ കാരണം ഫുഡ് വേസ്റ്റാക്കി. അത് കുറച്ച് ഫുഡൊക്കെ അതെന്തായിക്കോട്ടെ, ഐസ്ക്രീം ആണെങ്കിൽ അതൊരു ഫുഡ് ഐറ്റം തന്നെയാണല്ലോ. അതൊക്കെ കൊണ്ടുപോയി സിംഗിളിടാവുന്നത് ശരിയാണോ സുചിത്ര? അല്ല, സുചിത്ര കൊണ്ടുപോയി വേസ്റ്റ് ആക്കി. അത് ക്യാമറ ശരിക്കും ഫോക്കസ് ചെയ്തിട്ട് നമ്മളെ കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ സാബു ചേട്ടൻ പിന്നെ കളഞ്ഞില്ല, എടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്തേ. പിന്നെ ഇതിനകത്ത് സിൻസിയറായിട്ട് നിൽക്കുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. ഒരാളല്ല, 2 പേര്. ഒന്ന് നമ്മുടെ മഹിയും മറ്റൊന്ന് നമ്മുടെ സന്ധ്യാമ്മയും. ഇവർ രണ്ടുപേരും ഭയങ്കര സിൻസിയറായിട്ടാണ് പോകുന്നത്. നമുക്കിനി നോക്കാം ഇനി എന്തായിരിക്കും നാളത്തെ എപ്പിസോഡ് നമുക്ക് കണ്ടറിയാം അല്ലേ. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനായിട്ടൊക്കെ വരാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.